ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് എർത്ത് എന്നുള്ള ടോപ്പിക്കാണ്. ഇപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 2 ആയാലും 3 ആയാലും കോമൺ ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്ക്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമിക്ക് രണ്ട് തരത്തിലുള്ള മൂവ്മെൻ്റ് ഉണ്ട്. ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്നും റെവല്യൂഷൻ എന്നും പറയാറുള്ളത്. ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഭൂമിയും സൂര്യനും അടുത്ത് വരുന്നുണ്ട്, അതുപോലെ ദൂരെ പോകുന്നുണ്ട്. ഈ ഒരു സൂര്യൻ്റെ റിലേറ്റീവ് പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫിനോമിനാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ റൊട്ടേഷൻ എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് അറിയുന്നുണ്ടായിരിക്കും, എർത്ത് അതിൻ്റെ ആക്സിസിൽ സ്വയം സ്പിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയാറുള്ളത്. അതായത് എർത്ത് അതിൻ്റെ ആക്സിസിൽ, അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡ്സുമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 24 ഹവേഴ്സ് അല്ലെങ്കിൽ ഒരു ദിവസമായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. 24 മണിക്കൂർ എന്നാണ് നമുക്ക് അറിയുന്നത്, പക്ഷേ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. അതുപോലെ തന്നെ ഈ ഒരു റൊട്ടേഷൻ ഓഫ് എർത്തിൻ്റെ റൊട്ടേഷൻ കാരണമാണ് ഭൂമിയിൽ ടൈം ഡിഫറൻസ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഒക്കുറൻസ് ഓഫ് ഡേ ആൻഡ് നൈറ്റിനും കാരണമാവുന്നത്. അപ്പം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ടൈമിൽ ഡിഫറൻസ് വരുന്നത്. ഒരുപാട് ടൈമിൽ ഡിഫറൻസ് വരുന്ന സമയത്ത് ഡേയും നൈറ്റും ഉണ്ടാവാനും കാരണമാവും. അപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ് ടൈം ഡിഫറൻസും അതുപോലെ തന്നെ ഒക്കുറൻസ് ഓഫ് ഡേ ആൻഡ് നൈറ്റും. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ ആക്സിസിൽ എർത്ത് കറങ്ങുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിസിന് ഒരു പ്രത്യേകത ഉണ്ട്. എർത്തിൻ്റെ ആക്സിസ് 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതായത് എർത്തിൻ്റെ ആക്സിസിന് ഒരു 23.5 ഡിഗ്രി ടിൽറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇനി പറയാൻ പോകുന്ന പല കാര്യങ്ങൾക്കും ഈ എർത്ത് ആക്സിസിൻ്റെ ഒരു ടിൽറ്റിന് ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് റൊട്ടേഷനെ കുറിച്ച് പറയാനുള്ളത്. എർത്ത് അതിൻ്റെ ആക്സിസിൽ സ്വയം സ്പിൻ ചെയ്യുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി എടുക്കുന്ന സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. ഇത് കാരണമാകുന്നത് ടൈം ഡിഫറൻസിനും അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവാനുമാണ്. ഇനി വരുന്നത് റെവല്യൂഷനാണ്. അപ്പോൾ നമ്മൾ റൊട്ടേഷനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ആക്സിസിൽ സ്വയം കറങ്ങുന്നതാണെന്നുള്ളത്. പിന്നീട് വരുന്നതാണ് റെവല്യൂഷൻ. റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഭൂമി അതിൻ്റെ ഓർബിറ്റിൽ സൂര്യനെ വലം വയ്ക്കുന്നതിനാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയാം. റൊട്ടേഷൻ അത് സ്വയം കറങ്ങുന്നതാണെങ്കിൽ റെവല്യൂഷൻ അത് സൂര്യനെ വലം വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റെവല്യൂഷൻ നടക്കുന്നത് ഓർബിറ്റിലൂടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എർത്ത് റെവല്യൂഷൻ ചെയ്യുന്നത്. സൂര്യനെ ചുറ്റുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതുപോലെ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഈ ഒരു റെവല്യൂഷൻ്റെ ഡയറക്ഷൻ വരുന്നത്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണെന്നുള്ളത്, അല്ലെങ്കിൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്സ് എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 ഡേയ്സാണ്. 365 ഡേയ്സാണ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എർത്ത് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 365 ദിവസം ഒരു വർഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ബാക്കി കാലമാണ് 4 വർഷം കൂടുമ്പോൾ നമ്മൾ ഈ ബാക്കി വരുന്ന ഈ സമയം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ലീപ്പ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം 365 ഡേയ്സാണ്. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്, അല്ലെങ്കിൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. അതുപോലെ തന്നെ ഈ റെവല്യൂഷൻ കാരണമാണ് സീസൺസ് മാറുന്നത്. സൈക്കിൾ ഓഫ് സീസൺസ് ഉണ്ടാകുന്നത് റെവല്യൂഷൻ കാരണമാണ്. റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്നത് ടൈം ഡിഫറൻസും ഡേ ആൻഡ് നൈറ്റും ആണെങ്കിൽ റെവല്യൂഷൻ കാരണം ഉണ്ടാകുന്നത് സൈക്കിൾ ഓഫ് സീസൺസും അതുപോലെ തന്നെ വേരിയേഷൻ ഓഫ് ലെങ്ത് ഇൻ ഡേ ആൻഡ് നൈറ്റ്. അതായത് ഡേയുടെയും നൈറ്റിൻ്റെയും ലെങ്ത്തിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. ഡേയുടെയും നൈറ്റിൻ്റെയും ഡ്യൂറേഷന് പല കാരണങ്ങളുകൊണ്ട് ഡിഫറൻസ് വരുന്നുണ്ട്, വേരിയേഷൻസ് വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ ലെങ്ത്തിന് വേരിയേഷൻ വരാനുള്ള കാരണവും എർത്തിൻ്റെ റെവല്യൂഷൻ ആണെന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എർത്ത് സൂര്യനെ വലം വയ്ക്കുന്നതാണെന്നുള്ളത്. ഈ വലം വയ്ക്കുന്ന സമയത്ത് സൂര്യനും ഭൂമിയായിട്ടുള്ള ഡിസ്റ്റൻസിൽ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. ചില സമയത്ത് അത് അടുത്ത് വരും, ചില സമയത്ത് അത് ദൂരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ദൂരെ പോകുന്ന പോയിൻറ്റും അതുപോലെ തന്നെ അടുത്ത് വരുന്ന പോയിൻറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാമതായിട്ട് വരുന്നതാണ് പെരിഹീലിയൻ. പെരിഹീലിയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു എർത്തിൻ്റെ ഓർബിറ്റൽ പാത്തിൽ സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്തായിട്ട്, ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ പെരിഹീലിയൻ എന്ന് പറയുക. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ എങ്ങനെയായിട്ട് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഈ പോയിൻറ്റിനെയാണ് പെരിഹീലിയൻ എന്ന് പറയുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ജനുവരി 3 ആണ് പെരിഹീലിയൻ്റെ ഡേറ്റ് ആയിട്ട് വരുന്നത്. ജനുവരി 3 ആണ് പെരിഹീലിയൻ്റെ ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റിനെയാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡേറ്റ് വരുന്നത് ജനുവരി 3 തീയതിയാണ്.
അപ്പോൾ ക്ലോസസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി വരുന്നത് ഫാർത്തസ്റ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഏറ്റവും ദൂരെ കാണുന്ന പോയിന്റാണ്. അതിനെ നമ്മൾ അപ്ഹീലിയൻ എന്നാണ് പറയുന്നത്. അപ്ഹീലിയൻ എന്നാണ് ഏറ്റവും ഫാർത്തസ്റ്റ് ആയിട്ട് വരുന്ന പോയിന്റിന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 4 ആണ്. അപ്പോൾ ഈ 2 ഡേറ്റുകൾ ഓർത്തിരിക്കുക. പെരിഹീലിയൻ എന്ന് പറയുമ്പോൾ ജനുവരി 3 ആണ്. ജനുവരി 3 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന പോയിന്റാണ്. അപ്ഹീലിയൻ എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നത് ജൂലൈ 4 അപ്ഹീലിയൻ്റെ സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലായിരിക്കും. ഈ 2 പോയിന്റും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഡേറ്റുകളും കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്തുനിന്ന് അധികം ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് ഈ ഡേറ്റുകൾ തന്നെയാണ്. അപ്പം ഈ ഡേറ്റുകളായാലും അതുപോലെ ഇനി നമുക്ക് വിൻ്റർ സോൾസ്റ്റേഴ്സും സമ്മർ സോൾസ്റ്റേഴ്സും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റുകളൊക്കെ അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും കൂടുതലായിട്ട് ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്തുനിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു അപ്ഹീലിയനും പെരിഹീലിയനും പറയാനുള്ളത്. ഇതിൻ്റെ ഡേറ്റ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഒരു സണ്ണിൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻ്റ് ആണ്. ഭൂമിക്ക് മുകളിലൂടെ ഇങ്ങനെ നമുക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ മാറുന്നതായിട്ട് കാണാൻ പറ്റും. ചില സമയത്ത് നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ കാണാറുണ്ട്, ചില സമയത്ത് സൂര്യൻ്റെ സ്ഥാനം കുറച്ച് തെക്കോട്ട് മാറിയിട്ടായിരിക്കും, ചില സമയത്ത് കുറച്ച് വടക്കോട്ട് മാറിയിട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക്സ് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ലാറ്റിറ്റ്യൂഡ്, പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ് ലൈൻസിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. എർത്ത് സർഫസിലൂടെ ഹൊറിസോണ്ടലായിട്ട് വരച്ചിരിക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡുകൾ എന്ന് പറയാറുള്ളത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ലൈനുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയാറുള്ളത്. 0 ഡിഗ്രി ഭൂമിയുടെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെയാണ് ഇക്വേറ്റർ എന്ന് പറയാറുള്ളത്. അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലാറ്റിറ്റ്യൂഡ് ലൈനുകളാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറും അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി നോർത്തിൽ വരുന്ന ലാറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 23.5 ഡിഗ്രി സൗത്തിൽ വരുന്ന ലാറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. നമ്മൾ ഇക്വേറ്ററിനെ കുറിച്ച് പറഞ്ഞു ഈ ഒരു ഇക്വേറ്റർ എർത്തിനെ 2 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇക്വേറ്റർ ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖയാണ്, ഭൂമധ്യ രേഖയാണ്. അപ്പോൾ ഈ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഇക്വേറ്റർ ഭൂമിയിലെ 2 പാർട്സ് ആക്കി തിരിക്കുന്നുണ്ട്, നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും. നോർത്തിൽ വരുന്ന, അതായത് മുകളിൽ വരുന്ന പാർട്ടിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും താഴെ വരുന്ന സൗത്തിൽ വരുന്ന പാർട്ടിനെ നമ്മൾ സദേൺ ഹെമിസ്ഫിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡേയുടെയും നൈറ്റിൻ്റെയൊക്കെ വ്യത്യാസം, അതിൻ്റെ ഡ്യൂറേഷനിലെ വ്യത്യാസമൊക്കെ വരുന്ന സമയത്ത് ഈ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പം ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരുന്നത് സദേൺ ഹെമിസ്ഫിയറിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ ലാറ്റിറ്റ്യൂഡ് വാല്യൂ ഓർത്തിരിക്കുക 23.5 ഡിഗ്രി നോർത്താണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്തിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി വരുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ആണ് ആർട്ടിക് സർക്കിളും അതുപോലെ തന്നെ അന്റാർട്ടിക് സർക്കിളും. ആർട്ടിക് സർക്കിൾ എന്ന് പറയുമ്പോൾ 66 ഡിഗ്രി നോർത്താണ്. അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയുമ്പോൾ 66 ഡിഗ്രി സൗത്തിൽ വരുന്ന ലാറ്റിറ്റ്യൂഡ് ലൈനാണ്. പിന്നീട് വരുന്നതാണ് നോർത്ത് പോളും അതുപോലെ തന്നെ സൗത്ത് പോളും. അപ്പോൾ ഈ ഒരു നോർത്ത് പോളും സൗത്ത് പോളും 2 അറ്റത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് 90 ലാറ്റിറ്റ്യൂഡുകൾ മുകളിലേക്കും 90 ലാറ്റിറ്റ്യൂഡുകൾ താഴേക്കും, അതായത് സൗത്തിലേക്കും നോർത്തിലേക്കും ആയിട്ട് പോകുന്നുണ്ട്. ഇതിൽ 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിന് നോർത്ത് പോൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ സൗത്ത് പോൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ലൈനുകൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും സ്ഥാനം കൃത്യമായിട്ട് ഏത് ഹെമിസ്ഫിയറിലാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇനി പറയാൻ പോകുന്ന ഇക്വിനോക്സസ് ആയാലും സമ്മർ സോൾസ്റ്റേഴ്സ് ആയാലും വിൻ്റർ സോൾസ്റ്റേഴ്സ് ഒക്കെ ആയാലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇതിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ 2 പേരുകളും നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അത് 23.5 ഡിഗ്രി നോർത്തോ സൗത്തോ ആണെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇത് ഓർത്തിരിക്കാനൊരു ടിപ്പുണ്ട്. ഇപ്പോൾ 2 വേർഡ്സ് ഉണ്ട്, ക്യാൻസറും ഉണ്ട് കാപ്രിക്കോണും ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് വലിയ വേർഡ്? കാപ്രിക്കോൺ ആണ് വലിയ വേർഡ്. അപ്പോൾ അത് ഇച്ചിരി വെയിറ്റ് ഉള്ള വേർഡാണ് നമുക്ക് പറയാം. വെയിറ്റ് ഉള്ള സാധനങ്ങൾ എപ്പോഴും താഴെ ആയിരിക്കും ഉണ്ടാവുക. വെയിറ്റ് ഉള്ള സാധനങ്ങൾ താഴെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ താഴ്ഭാഗത്ത്, അതായത് സദേൺ ഹെമിസ്ഫിയറിലാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും. ആർട്ടിക്കും ഉണ്ട് അന്റാർട്ടിക്കും ഉണ്ട്. അപ്പോൾ ഇതിലെ വലിയ വേർഡ് അന്റാർട്ടിക് സർക്കിളാണ്, വെയിറ്റ് ഉള്ള വേർഡ് അന്റാർട്ടിക് സർക്കിളാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് സദേൺ ഹെമിസ്ഫിയറിലാണ്. ആർട്ടിക് സർക്കിൾ മറ്റേതിനെ അപേക്ഷിച്ച് വെയിറ്റ് കുറവാണ്, അതുകൊണ്ട് മുകളിലായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ വെച്ച് നമുക്ക് തമാശയാണെന്ന് തോന്നുന്ന പല ടിപ്പുകളൊക്കെ വെച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മാറിപ്പോകുന്ന പല ഫാക്റ്റുകളും നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ക്യാൻസറും കാപ്രിക്കോണും എവിടെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കാം. ഇനി ഈ ഒരു റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഈ ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയത്ത് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷനിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് സണ്ണ് ഇങ്ങനെ പോകുന്നതായിട്ട് തോന്നും, സണ്ണിൻ്റെ പൊസിഷൻ മാറുന്നതായിട്ട് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ സണ്ണിൻ്റെ പൊസിഷൻ മാറുന്നില്ല,
എർത്തിൻ്റെ ഈ ഒരു ആക്സിസിൻ്റെ ടിൽറ്റ് 23.5 ഡിഗ്രി ടിൽറ്റും ഒക്കെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു പൊസിഷൻ മാറുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ചില സമയത്ത് ഈ ഒരു സണ്ണ് ഇക്വേറ്ററിൻ്റെ മുകളിൽ വരും, ചില സമയത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിൽ വരും, ചില സമയത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിലായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സണ്ണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഡേയുടെയും നൈറ്റിൻ്റെയൊക്കെ ഡ്യൂറേഷൻ വ്യത്യാസം വരുന്നുണ്ട്. ആ 3 പോയിന്റുകൾക്കും നമ്മൾ ഓരോ പേരും പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഇക്വിനോക്സസ്. ഇക്വിനോക്സസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് ഡയറക്റ്റ്ലി എബോ ഇക്വേറ്റർ ആവുന്ന സമയത്താണ് ഇക്വിനോക്സസ് സംഭവിക്കുന്നത്. അതായത് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് വരുന്ന സമയത്താണ്, അതിനെയാണ് നമ്മൾ ഇക്വിനോക്സസ് എന്ന് പറയുക. ഈ ഒരു സമയത്ത് ഇത് സംഭവിക്കുന്നത് 21 മാർച്ചിനും അതുപോലെ തന്നെ 23 സെപ്റ്റംബറിനുമാണ്. ഈ 2 ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്തരം ഡേറ്റുകളെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. അപ്പോൾ ഇക്വിനോക്സസിൻ്റെ ഡേറ്റ് 21 മാർച്ചും 23 സെപ്റ്റംബറും ആണെന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ടാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖയാണ്. ആ ഒരു പ്രദേശത്ത് സൂര്യൻ്റെ സ്ഥാനം വരുന്ന സമയത്ത് 2 ഹെമിസ്ഫിയറിലും, നോർത്തേൺ ഹെമിസ്ഫിയറിലായാലും സദേൺ ഹെമിസ്ഫിയറിലായാലും ഡേയുടെയും നൈറ്റിൻ്റെയും ഡ്യൂറേഷൻ ഈക്വൽ ആയിരിക്കും. ഡേയുടെയും നൈറ്റിൻ്റെയും ഡ്യൂറേഷൻ ഈക്വൽ ആയിരിക്കും ഈ ഒരു ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്ന സമയത്ത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇക്വിനോക്സസ് സണ്ണിൻ്റെ പൊസിഷൻ ഇക്വേറ്റർ, ഇക്വിനോക്സസ് ഇക്വേറ്റർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ 2 ഇക്വിനോക്സസിനും മറ്റ് പേരുകൾ പറയാറുണ്ട്. സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നാണ് മാർച്ച് 21 അറിയപ്പെടുന്നത്. അതുപോലെ ഓട്ടം ഇക്വിനോക്സ് എന്നാണ് സെപ്റ്റംബർ 23 അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറൂടെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. നമുക്ക് ഈ ഒരു ഭൂമിയുടെ സെൻറ്ററിലൂടെ പോകുന്ന ഈ ഒരു ലൈനിനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ്ലി എബോ സണ്ണ് വരുന്ന സമയത്ത്, സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് വരുന്ന സമയത്ത് ഈ 2 ഹെമിസ്ഫിയറിൽ, നോർത്തേൺ ഹെമിസ്ഫിയറിലായാലും സദേൺ ഹെമിസ്ഫിയറിലായാലും ഡേയുടെയും നൈറ്റിൻ്റെയും ഡ്യൂറേഷൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫിനോമിനേനെയാണ് നമ്മൾ ഇക്വിനോക്സസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 21 മാർച്ചും 23 സെപ്റ്റംബറുമാണ് ഇക്വിനോക്സസിൻ്റെ ഡേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് മാത്രമല്ല, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലായിട്ടും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിലായിട്ടും സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ സമ്മർ സോളിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിൽ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിൻ്റെ മുകളിലായിട്ട് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്ന സമയത്താണ് സമ്മർ സോളിസ്റ്റേഴ്സ് അത് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഡേറ്റ് വരുന്നത് ജൂൺ 21 ജൂൺ 21 ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലായിട്ട് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരും. അതിനെയാണ് നമ്മൾ സമ്മർ സോളിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലായിട്ടാണ് ജൂൺ 21 ഈ ഒരു സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്നതെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ജൂൺ 21 നോർത്തേൺ ഹെമിസ്ഫിയറിന് മുകളിലായിട്ടാണ് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലായിട്ട് സൺലൈറ്റ് ലഭിക്കാൻ കാരണം, കൂടുതലായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൺലൈറ്റ് ലഭിക്കും. കാരണം സണ്ണിൻ്റെ പൊസിഷൻ വരുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഈ ഒരു സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് ലോങ്ങസ്റ്റ് ഡേ കാണാൻ പറ്റും. അതിനുള്ള കാരണം എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്നത്. അതേസമയം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ സംഭവിക്കുന്നത്. സദേൺ ഹെമിസ്ഫിയറിൽ കാണാൻ പറ്റുന്നത് ഷോർട്ടസ്റ്റ് ഡേ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമ്മർ സോൾസ്റ്റേഴ്സിൻ്റെ സമയത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലായിട്ടാണ് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്നത്. ജൂൺ 21 ഡേറ്റ്. ഈ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലായിട്ട് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്ന സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിന് കൂടുതലായിട്ട് സൺലൈറ്റ് ലഭിക്കുകയും അതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേയുടെ ഡ്യൂറേഷൻ കൂടുതലും, അതേപോലെ സദേൺ ഹെമിസ്ഫിയറിൽ ഡേയുടെ ഡ്യൂറേഷൻ കുറവും, ഷോർട്ടസ്റ്റ് ഡേയുമായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഈ ഒരു പിക്ചറൂടെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ഇവിടെ എങ്ങനെയായിട്ടാണ് ഈ ഒരു ടിൽറ്റ് കാണുന്നുണ്ടായിരിക്കും. എർത്ത് ആക്സിസിൻ്റെ ടിൽറ്റ് 23.5 ഡിഗ്രി ടിൽറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലായിട്ടാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ മുകളിലായിട്ടാണ് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലായിരിക്കും ഈ ഒരു പ്രദേശത്ത് കൂടുതലായിട്ട്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലായിട്ട് സൺലൈറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ സൺലൈറ്റ് ലഭിക്കുന്ന സമയത്ത് ഇവിടെ ഡേയുടെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. അതേസമയം നേരെ ഓപ്പോസിറ്റ്, അതായത് സദേൺ ഹെമിസ്ഫിയറിലേക്ക് നോക്കുന്ന സമയത്ത് സൺലൈറ്റിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഇവിടെ ഡേയുടെ ഡ്യൂറേഷൻ കുറവായിരിക്കും. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നൈറ്റിൻ്റെ ഡ്യൂറേഷൻ വരും. അത് കൂടുതൽ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല എന്നേ ഉള്ളൂ. ഡേയുടെ ഡ്യൂറേഷൻ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നൈറ്റിൻ്റെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. സമ്മർ സോൾസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ജൂൺ 21 സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലാണ്. ലോങ്ങസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. ഇനി വരുന്നതാണ് വിൻ്റർ സോൾസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇക്വിനോക്സസ് പറഞ്ഞു, സമ്മർ സോൾസ്റ്റേഴ്സ് പറഞ്ഞു. ഇനി ഈ ഒരു സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ താഴത്ത്, അതായത് സദേൺ ഹെമിസ്ഫിയറിൽ
ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിൽ വരുന്ന പോയിന്റാണ് വിൻ്റർ സോൾസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് വരുന്നത് ഡിസംബർ 22-ാം തീയതിയാണ്. ഡിസംബർ 22-ാം തീയതി ആകുമ്പോൾ ഈ ഒരു സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ നേരെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിലായിട്ട് വരും. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരാൻ കാരണം ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ വിൻ്റർ സോൾസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ഡേയുടെയും നൈറ്റിൻ്റെയും ഡ്യൂറേഷൻ പറഞ്ഞ പോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. അതായത് സദേൺ ഹെമിസ്ഫിയറിലാണ് ഇപ്പോൾ സണ്ണിൻ്റെ പൊസിഷൻ നിൽക്കുന്നത്. ഡിസംബർ 22-ന് സദേൺ ഹെമിസ്ഫിയറിൻ്റെ മുകളിലായിട്ട്, അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിലായിട്ടാണ് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും ലോങ്ങസ്റ്റ് ഡേ നമുക്ക് കാണാൻ പറ്റുക. സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും ലോങ്ങസ്റ്റ് ഡേ വിൻ്റർ സോൾസ്റ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതേസമയം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഷോർട്ടസ്റ്റ് ഡേയും ആയിരിക്കും. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുക, അത് വെച്ച് ബാക്കി നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും. അതേസമയം നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോക്കുകയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡേയും ലോങ്ങസ്റ്റ് നൈറ്റും ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാതെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ശ്രമിക്കുക. ഏത് ഹെമിസ്ഫിയറിലാണ് സണ്ണിൻ്റെ പൊസിഷൻ വരുന്നത്, ഏത് ഹെമിസ്ഫിയറിലാണോ വരുന്നത് അവിടെ ലോങ്ങസ്റ്റ് ഡേ ഉണ്ടായിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഷോർട്ടസ്റ്റ് ഡേ ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ സണ്ണ് വരികയാണെങ്കിൽ അവിടെ ഷോർട്ടസ്റ്റ് നൈറ്റും അപ്പുറത്ത് ലോങ്ങസ്റ്റ് നൈറ്റും ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അത് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ടസ്റ്റും ലോങ്ങസ്റ്റും ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പിക്ചറോടെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും. ഈ കാണുന്നത് എർത്തിൻ്റെ ആക്സിസിൻ്റെ ടിൽറ്റാണ്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇവിടെ ആയിട്ടാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ്ലി എബോ ആയിട്ട് സണ്ണിൻ്റെ പൊസിഷൻ വരുന്ന സമയത്ത് ഈ ഒരു പ്രദേശത്തായിരിക്കും സൺലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്നത്. അതായത് സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും സൺലൈറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ്ങസ്റ്റ് ഡേ കാണപ്പെടുന്നത് ഈ ഒരു സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും. അതേസമയം നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിട്ടുന്ന സൺലൈറ്റിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ അവിടെ ഷോർട്ടസ്റ്റ് ഡേയും കാണപ്പെടാൻ കാരണമാവും. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പിക്ചറിലുള്ളത്. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നോട്ടൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പിക്ചർ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പറഞ്ഞ കൺസെപ്റ്റ് മൊത്തം ഈ ഒരു പിക്ചറിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുന്നുണ്ട്, 23.5 ഡിഗ്രി നോർത്താണ്. ഇവിടെ ആയിട്ടാണ് നോർത്തേൺ ഹെമിസ്ഫിയർ വരുന്നത്. ഈ ഒരു പാർട്ടിനെയാണ് നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. താഴത്തായിട്ട് കാപ്രിക്കോൺ വരുന്നുണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരുന്നുണ്ട്. ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ലൈൻസിൻ്റെ മുകളിലായിട്ടും സൂര്യൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്ന ഡേറ്റുകളാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇവിടെ ഉണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലായിട്ട് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്ന ഡേറ്റാണ് ജൂൺ 21. അതിനെയാണ് നമ്മൾ സമ്മർ സോൾസ്റ്റേഴ്സ് എന്ന് പറയുക. അതേസമയം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിലായിട്ട് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്ന ഡേറ്റാണ് ഡിസംബർ 22. അതിനെയാണ് നമ്മൾ വിൻ്റർ സോൾസ്റ്റേഴ്സ് എന്ന് പറയുക. അതുപോലെ തന്നെ ഇക്നോക്സസ് എന്ന് പറയുമ്പോൾ ഇത് ഇക്വേറ്ററാണ്. ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്ന 2 ദിവസങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ അതാണ് മാർച്ച് 21 അതുപോലെ തന്നെ സെപ്റ്റംബർ 21. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ വരുന്നത്. അപ്പോൾ ഈ ഡേറ്റുകളും ഈ ഓരോ ഡേറ്റുകളിലും സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഏത് ലാറ്റിറ്റ്യൂഡിൻ്റെ മുകളിലാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി ഇതിൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെ സണ്ണിൻ്റെ മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും എന്നുള്ളത്. അതായത് ഈ ഒരു ഡേറ്റിൽ നിന്ന് ഇങ്ങോട്ട് ജൂൺ 21 വരെയുള്ള ഈ ഒരു ടൈം പീരീഡിൽ സണ്ണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ആൻസർ കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഇവിടുന്ന് ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ നോർത്ത് വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും ഈ ഒരു ടൈം പീരീഡിൽ ഉണ്ടാവുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 21 മുതൽ ഡിസംബർ 22 വരെയുള്ള സണ്ണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ പിക്ചർ തന്നെ ഉണ്ട്. ജൂൺ 21 താഴോട്ട്, അതായത് സൗത്ത് വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും ഈ 2 ഡേറ്റുകൾക്കിടയിൽ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ 2 ഡേറ്റുകളിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൺഫ്യൂഷൻ ആയി പോകും. കാരണം കുറേ ഡേറ്റുകളും ഒരുപോലെയുള്ള കുറേ പേരുകളും ഡേയുടെയും നൈറ്റിൻ്റെയും ഡ്യൂറേഷനൊക്കെ ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ച് കൃത്യമായിട്ട് ആ ഡേറ്റുകളൊക്കെ മാർക്ക് ചെയ്ത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ പെരിഹീലിയൻ പറഞ്ഞു, അപ്ഹീലിയൻ പറഞ്ഞു, അതുപോലെ തന്നെ വിൻ്റർ സോൾസ്റ്റേഴ്സ്, സമ്മർ സോൾസ്റ്റേഴ്സ്, ഇക്നോക്സസ്, ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡേറ്റുകളും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഈസ് നോട്ട് റീസൺ ഫോർ സീസൺസ്. അതായത് ഇതിൽ തന്നിരിക്കുന്ന ഫാക്ടേഴ്സിൽ സീസൺസ് ഒക്വയർ ചെയ്യാൻ കാരണം അല്ലാത്തത്, നോട്ട് എ റീസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ കാരണമല്ലാത്ത, സീസൺസ് ഒക്വയർ ചെയ്യാൻ കാരണമല്ലാത്ത ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ റെവല്യൂഷൻ ഉണ്ട്, റൊട്ടേഷൻ ഓഫ് എർത്ത് ഉണ്ട്, ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ് ഉണ്ട്, പാരലിസം ഓഫ് എർത്ത് ആക്സിസ് ഉണ്ട്. ഇത്രയും റീസൺസിൽ സീസൺസിന് കാരണമല്ലാത്ത ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീസൺസിന് കാരണമല്ലാത്തത്.
നമുക്ക് നോക്കുമ്പോൾ അറിയാം റെവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് സീസൺസ് ഒക്കർ ചെയ്യാൻ സൈക്കിൾ ഓഫ് സീസൺസിന് കാരണമാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എർത്തിൻ്റെ ആക്സിസിൻ്റെ ടിൽട്ട് 23.5 ഡിഗ്രി ടിൽട്ടും ഇതുപോലെ സീസൺസ് ഒക്കർ ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ പാരലിസം ഓഫ് എർത്ത് ആക്സിസ്, പാരലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടിൽട്ട് അതിൻ്റെ റെവല്യൂഷൻ്റെ ആ പാത്ത് മുഴുവൻ അത് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റാണ് പാരലിസം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇത്തരത്തിൽ സീസൺസ് ഒക്കർ ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ സീസൺസ് ഒക്കർ ചെയ്യാൻ കാരണമല്ലാത്തതെന്ന് പറയുമ്പോൾ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് എന്നുള്ള ഈ ഒരു പ്രോസസ്സാണ്. റൊട്ടേഷനാണ് സീസൺസ് ഒക്കർ ചെയ്യാൻ കാരണമല്ലാത്തത്. അപ്പോൾ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്നത് ടൈം ഡിഫറൻസും അതുപോലെ തന്നെ ഡേയിൻ്റെയും നൈറ്റിൻ്റെയും ഒക്കറൻസാണ് റൊട്ടേഷൻ എന്നുള്ള ഈ ഒരു പ്രോസസ്സ് കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ നോട്ട് എ റീസൺ എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി റൊട്ടേഷൻ ഓഫ് എർത്ത് എന്നുള്ള ഒരു ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസംബർ 22 ഈസ് നോൺ എസ് 22 ഡിസംബർ ഈസ് നോൺ എസ്. ഡിസംബർ 22 എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ പെരിഹീലിയൻ ഉണ്ട്, ഇക്നോക്സ് ഉണ്ട്, സമ്മർ സോൾസ്റ്റേസ് ഉണ്ട്, വിൻ്റർ സോൾസ്റ്റേസ് ഉണ്ട്. നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, വിൻ്റർ സോൾസ്റ്റേസ് ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഈ ഒരു ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് വിൻ്റർ സോൾസ്റ്റേസ് ആണ്. അപ്പോൾ ഈ ബാക്കി ഡേറ്റുകളോട് നമ്മൾ അറിഞ്ഞിരിക്കണം. പെരിഹീലിയൻ എന്ന് പറയുമ്പോൾ അതായത് എർത്തും സണ്ണും ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന ഈ ഒരു പോയിന്റിലെ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 3-ാം തീയതിയാണ്. ജനുവരി 3-ാം തീയതിയാണ് പെരിഹീലിയൻ വരുന്നത്. ഇക്നോസസ് എന്ന് പറയുമ്പോൾ മാർച്ച് 21 വരുന്നുണ്ട്, അതുപോലെ തന്നെ സെപ്റ്റംബർ 23 വരുന്നുണ്ട്. അതുപോലെ സമ്മർ സോൾസ്റ്റേസ് എന്ന് പറയുമ്പോൾ ജൂൺ 21 സമ്മർ സോൾസ്റ്റേസിൻ്റെ ഡേറ്റ് ആയിട്ട് വരുന്നത്. ഇത്രയും ഡേറ്റുകളൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്തുനിന്ന് എൻ്റെ ടോപ്പിക്കിൻ്റെ അകത്തുനിന്ന് ഇത്രയും ഡേറ്റുകൾ തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് ഡേയ്സ് ആർ ഇക്നോക്സസ്. ഇക്നോക്സസിൻ്റെ ഡേറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഡേറ്റ് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ മാർച്ച് 21 ഉണ്ട്, 21 ജൂൺ ഉണ്ട്, അതുപോലെ തന്നെ 21 ജൂണും 23 സെപ്റ്റംബറും ഉണ്ട്. 23 സെപ്റ്റംബറും 22 ഡിസംബറും ഉണ്ട്, 21 മാർച്ചും 23 സെപ്റ്റംബറും ഉണ്ട്. അപ്പോൾ ഇത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇതിൽ പല ഡേറ്റുകളും മറ്റ് ഡേയ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 21 മാർച്ച് 23 സെപ്റ്റംബർ. ഈ രണ്ട് ഡേറ്റ്സിലാണ് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് വരുന്നത്, അതായത് ഇക്നോക്സസ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 21 മാർച്ചും 23 സെപ്റ്റംബറുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഡേ ഹാസ് ദ ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അതായത് സദേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേ വരുന്ന ദിവസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മറ്റ് ഇതിവിടെ നമുക്ക് വിടാം, ഷോർട്ടസ്റ്റ് നൈറ്റ് എന്നുള്ള വിടാം. ലോങ്ങസ്റ്റ് ഡേ സദേൺ ഹെമിസ്ഫിയറിൽ വരുന്ന ഡേറ്റ് ഏതാണെന്ന് നമുക്ക് അറിയേണ്ടത്. അതായത് സദേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേ വരണമെന്നുണ്ടെങ്കിൽ സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ എവിടെയായിരിക്കണം? സദേൺ ഹെമിസ്ഫിയറിലായിരിക്കണം. സദേൺ ഹെമിസ്ഫിയറിൽ സണ്ണിൻ്റെ പൊസിഷൻ വരുന്നത്, അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിൽ സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്ന ഡേനെ നമ്മൾ വിൻ്റർ സോൾസ്റ്റേസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിൻ്റർ സോൾസ്റ്റേസിൻ്റെ ഡേറ്റ് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിൽ ഓപ്ഷൻസിൽ 21 മാർച്ച് ഉണ്ട്, 21 ജൂൺ ഉണ്ട്, 22 ഡിസംബർ ഉണ്ട്, അതുപോലെ തന്നെ 23 സെപ്റ്റംബർ ഉണ്ട്. വിൻ്റർ സോൾസ്റ്റേസിൻ്റെ ഡേറ്റ് നമുക്കറിയാം 22 ഡിസംബറാണ്. 22 ഡിസംബറിനാണ് സദേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേ കാണപ്പെടുന്നത്. സദേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേ കാണപ്പെടുന്നത് വിൻ്റർ സോൾസ്റ്റേസിൻ്റെ ദിവസമാണ്, അതായത് ഡിസംബർ 22-ാം തീയതിയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം മുതൽ പെരിഹീലിയൻ, അപ്ഹീലിയൻ, അതുപോലെ തന്നെ ഇക്നോക്സസ്, സമ്മർ സോൾസ്റ്റേസ്, വിൻ്റർ സോൾസ്റ്റേസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡേറ്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വീണ്ടും പറയുകയാണ്, ഡേറ്റുകൾ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഡേയുടെയും നൈറ്റിൻ്റെയും ഡ്യൂറേഷൻ മാറുന്നത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ ഓർത്തിരിക്കുക. അത് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആ ഒരു സണ്ണിൻ്റെ പൊസിഷൻ മാറുന്നത് ഏതൊക്കെ ലാറ്റിറ്റ്യൂഡുകളിലൂടെയാണ് മാറുന്നത്, ഏത് ഹെമിസ്ഫിയറിലാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.